പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ ഇവരോടുകൂടെ വസിക്കും. അവൻ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒക്ടോബർ മാസം, അതായത് കുടുംബമാസമായിട്ട് സഭ വേർതിരിച്ചിരിക്കുന്ന ഒരു മാസമാണ്. കുടുംബമാസമായി സഭ വേർതിരിക്കുമ്പോൾ ഷെക്കേന, ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ, ഇതാ ഞാൻ നിങ്ങളുടെ ദൈവം, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ റിന്യൂ ചെയ്തൊന്ന് പുതുക്കുവാനൊക്കെ വേണം ഓരോ വർഷവും സഭയായിട്ട് ഒരുക്കി തരുന്ന ഈ സമയത്ത് ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞ ആ യോശുവ പ്രവാചകനെ പോലെ എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളെല്ലാം ക്രിസ്തുവിൽ ഒന്ന് റിന്യൂ ചെയ്യുവാൻ തക്ക വേണം ഈ ദിവസം ഈ സമയം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. ഇവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില് എലീശ പ്രവാചകൻ തന്റെ ശിഷ്യനായിരുന്ന ഒരുവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ ശിഷ്യന്റെ വീട് ഇന്നൊരു മരണ വീടാണ്. ശിഷ്യന്റെ ഭാര്യ അതീവ ദുഃഖത്തിലാണ്. എലീശ പ്രവാചകനെ കണ്ടുടനെ ഈ സ്ത്രീ പറയുകയാണ്, അല്ലയോ പ്രവാചക, എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അവിടുത്തെ ശിഷ്യനായിരുന്നു. ഇന്ന് കടക്കാർ നിമിത്തം ഞങ്ങളുടെ ഭവനം ഏറെ ദുഃഖത്തിലാണ്. എന്നാൽ എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഇന്ന് കടക്കാർ എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ ഈ ഭവനത്തിലേക്ക് കടന്നു വരും. എന്നാൽ 2-ാം വാക്യത്തിൽ എലീശ പ്രവാചകൻ തിരികെ ആ സ്ത്രീയോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാനുള്ളത്. എലീശ പ്രവാചകൻ അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? കൂടെ പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? 2 ചോദ്യങ്ങൾ. ഹൗ ക്യാൻ ഐ ഹെൽപ് യു? ടെൽ മീ വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? ഈ 2 ചോദ്യങ്ങളാണ് ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. ഹൗ ക്യാൻ ഐ ഹെൽപ് യു? ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കണം? നിന്റെ കുടുംബ ജീവിതത്തില്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തില് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നമ്മളോടാണ്. അമ്മ മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ ചോദിച്ച ഈ ചോദ്യം എന്നോടും നിങ്ങളോടുമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് കൊടുക്കാൻ കർത്താവിന്റെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇന്ന് ഗബ്രിയേൽ ദൂതൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം IELTS OET വരെ എഴുതിപ്പിക്കാൻ തക്ക വേണം മക്കളെ കൊടുത്ത് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് നമ്മൾ. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളെ ചോദിച്ചതിലും നിരച്ചതിലും അത്യന്തം പരമായിട്ട് നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ 2ാമത്തെ ചോദ്യം നമ്മൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടലാണ്. നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? പറയുക, നിന്റെ വീട്ടിൽ എന്താണുള്ളത്? കുടുംബമായിട്ട് ഞാൻ നിന്നെ ആക്കിയപ്പോൾ നീ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഞാൻ നിനക്കൊരു തക്കതായ തുണയെ തന്നു. പെട്ടെന്ന് നമ്മളോട് ചോദിക്കും, ഇതാണോ തക്കതായ തുണ? എന്നാൽ ഒരിക്കലും ഞാൻ ഏകനായിരുന്നു നടന്ന സമയത്ത് കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് ഒരു ദേവാലയത്തിന്റെ മുൻപിൽ നിർത്തി പുരോഹിതന്റെ കയ്യാൽ കർത്താവിന്റെ കരം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലയോ മണവാള, ഈ മണവാട്ടിയാണ് നിനക്ക് രമ്യം, ഈ മണവാട്ടി നിനക്ക് രമ്യം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഏദൻ പറുദീസയുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ച് പുതിയൊരു പറുദീസ സ്ഥാപിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും അയച്ച ദൈവം നമ്മളോട് ചോദിക്കും, അപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ ഞാൻ നിന്നോട് കണക്ക് ചോദിച്ചാൽ പറയുക, ടെൽ മീ വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? ഇന്ന് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ നിന്നെ ആഗ്രഹിച്ചതുപോലെ, ഞാൻ നിന്നെ ആക്കി വെക്കാൻ ആഗ്രഹിച്ചതുപോലെ നിനക്കാകാൻ സാധിച്ചിട്ടുണ്ടോ? നിന്റെ മക്കളുടെ മുൻപിൽ, ഈ സഭയുടെ മുൻപാകെ ഞാൻ നിന്നെ ആഗ്രഹിച്ചതുപോലെ നിനക്കാകാൻ സാധിച്ചിട്ടുണ്ടോ?
ഇവിടെ ഈ സ്ത്രീയോട് ചോദിക്കുക, എന്താ നിന്റെ കയ്യിലുള്ളത്? ഈ സ്ത്രീ മറുപടിയായിട്ട് പറയുകയാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. പ്രവാചകൻ പറയുകയാണ്, നീ അയൽഭവനത്തിലെല്ലാം ചെന്ന് വേഗം ചെന്ന് പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, നീ അകത്തേക്ക് കയറുക, നീ വാതിലടയ്ക്കുക, നിന്റെ മക്കളുടെ മുൻപാകെ നീ നിൽക്കുമ്പോൾ നീ അവർക്ക് ഒഴിച്ചു കൊടുക്കുക, നിന്റെ മക്കൾ പാത്രം പിടിക്കട്ടെ. മർമ്മപ്രധാനമായിരിക്കുന്ന വചനം. നീ അകത്ത് കയറി വാതിലടച്ച് നിന്റെ മക്കളുടെ മുൻപാകെ പകർന്നു കൊടുക്കുക, നിന്റെ മക്കളോ പാത്രം പിടിക്കട്ടെ. അതായത് ഞാൻ അകത്ത് കയറി വാതിലടച്ച് ഞാൻ എന്താണോ എന്റെ മക്കൾക്ക് കൊടുക്കുന്നത് അതത്രേ അവരുടെ പാത്രങ്ങളിൽ നിറയുന്നത്. ഞാനാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ കാരണക്കാരൻ. അതുകൊണ്ട് ഈ ദിവസം ഇസ് ദ ഡേ ടു റിപ്പയർ അവർസെൽഫ്. എവിടെയാണ് എന്റെ ജീവിതത്തിൽ ഒരു റിപ്പയർ വേണ്ടത്? ഇറ്റ്സ് എ ഡേ ടു റീപോർട്ട്. ഓരോ വർഷവും ഈ ഒക്ടോബറിൽ എവിടെയാണ് ഒരു റീപോർട്ടിങ്? ഏതൊരു ചെടിയുടെയും വളർച്ചയ്ക്ക് ഒരു റീപോർട്ടിങ് എപ്പോഴും ആവശ്യമാണ്. ഇറ്റ്സ് എ ഡേ ടു റീബിൽഡ് അവർസെൽഫ്. എവിടെയാണോ എന്റെ ജീവിതത്തിൽ ലീക്ക് ഉള്ളത്, എവിടെയാണോ എന്റെ ജീവിതത്തിൽ ഷോർട്ട് ഉള്ളത്? നമ്മൾ എപ്പോഴും പറയും ലൈഫ് ഇസ് ലൈക്ക്, അല്ലെ, നമ്മുടെ വീടുകളെല്ലാം ഈ കറണ്ട് കണക്ഷൻ പോലെ. ഈ റൈറ്റ് കണക്ഷൻസ് ഓൾവേസ് ലൈറ്റ് ചെയ്യും, എന്നാൽ റോങ് കണക്ഷൻസിന് പ്രത്യേകതയുണ്ട്. പഴയ വീടുകളൊക്കെ ഓർമ്മയില്ലേ? ഭിത്തിയിൽ തൊട്ടാൽ മതി, നമ്മൾ എന്ത് പറയും, എർത്തടിച്ചിട്ട് തെറിച്ചു പോകും. ഇന്ന് നമ്മുടെ പല വീടുകളും ഒന്ന് റീബിൽഡ് ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് എ ടൈം ടു റീജനറേറ്റ് അവർസെൽവ്സ്. നമ്മളെ തന്നെ ഒന്ന് പുതുക്കി, നമ്മൾ തന്നെ ഒരു രൂപാന്തരപ്പെടാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ബിക്കോസ് വി ആർ കോൾഡ് ടു കണക്ട്. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആരിൽ നിന്ന് ആരിലേക്ക്? നമ്മുടെ പിതാക്കന്മാർ പകർന്നു തന്ന ആ നല്ല കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ കാട്ടിത്തന്ന ആ നല്ല സത്യവിശ്വാസം 50 വർഷത്തോളമായി ഈ മണ്ണിൽ ഈ ദേവാലയം സ്ഥാപിതമായിട്ട്, അല്ലെങ്കിൽ ദൈവജനം കൂടി വന്നിട്ട് ആ സത്യവിശ്വാസം, ആ സ്നേഹബന്ധം, ആ കുടുംബത്തിന്റെ പരിശുദ്ധിയൊക്കെ വരും തലമുറയിലേക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നിർത്തിയിരിക്കുന്ന കണക്ടേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമുക്കിന്ന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ്. The biggest communication problem is we do not listen to understand, we listen to reply. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്നത്, നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരം പറഞ്ഞ് ജയിക്കാനാണ്. കുടുംബത്തിൽ ആരാണ് ജയിക്കുന്നത്? ഞാൻ അപ്പനാണ്, ഞാൻ ജയിക്കണം. ഞാൻ അമ്മയാണ്, ഞാൻ ജയിക്കണം. കുടുംബത്തിൽ father should be the head of the family, mother the heart of the family, and children the hope of the family എന്നാണ് പറയുന്നത്. Father is the head of the family. അപ്പൻ കുടുംബത്തിന്റെ തലയാണ്. ആരാണ് അപ്പനെ തലയായിട്ട് അംഗീകരിക്കേണ്ടത്? കുടുംബത്തിൽ കുറവുകളോടുകൂടി, കഴിവുകേടുകളോടുകൂടി എന്റെ ഹസ്ബൻഡിനെ ഞാൻ തലയായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് എന്റെ മക്കളുടെ മുൻപിൽ അപ്പൻ കുടുംബത്തിന്റെ തലയാകുന്നത്. കുറവുകളേറെ കാണും, തലയായിട്ട് അംഗീകരിക്കാൻ. മദർ ദ ഹാർട്ട് ഓഫ് ദ ഫാമിലി. തലയായിരിക്കുന്ന അപ്പനൊരു ചിന്തയുണ്ട്, നീ അവിടെ നിന്നാ മതി, അത്രയൊക്കെ ആയിട്ടുള്ളൂ. അല്ല, മക്കളുടെ മുൻപിൽ അവൾ എന്റെ പ്രാണനാണ്. എങ്ങനെയാണ് ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചത്? തന്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തം കൊടുത്തും മണവാട്ടി സഭയെ വീണ്ടെടുക്കാനായി കടന്നു വന്ന ക്രിസ്തു തമ്പുരാന്റെ മാതൃക ഒരു കുടുംബത്തിൽ അപ്പന് മക്കളുടെ മുൻപിൽ തല മാത്രമായിട്ടോ ഹൃദയം മാത്രമായിട്ടോ അല്ല, ചേർന്നു വരുന്ന തലയും ഹൃദയവും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് മക്കൾ ദ ഹോപ്പ് ഓഫ് ദ ഫാമിലി. ചിൽഡ്രൻ ഈസ് ദ ഹോപ്പ് ഓഫ് ദ ഫാമിലി. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? പല കുടുംബങ്ങളിലും അപ്പൻ ഇസ് ദ സെക്യൂരിറ്റി ഇൻ ദ ഫാമിലി. വാതിലടച്ചായിരുന്നോ, കീ എടുത്ത് വെച്ചായിരുന്നോ, നാളത്തേക്കുള്ള പാല് വാങ്ങിച്ചായിരുന്നോ, ഇങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി കെയർ ടേക്കർ ജോലിയാണ് അപ്പന് പല കുടുംബങ്ങളിലും. കാരണം നമ്മൾ ബിസിയാണ്. രണ്ട്, അമ്മ ഈസ് ഓൾസോ എ പാർട്ട് ടൈം ഓർ ഫുൾ ടൈം കെയർ ടേക്കർ, അല്ലെ? ഫുൾ ടൈം കെയർ ടേക്കർ ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ, എന്റെ നാളത്തെ ഷർട്ട്, എന്റെ മക്കളുടെ യൂണിഫോം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരാളായിട്ട് അമ്മയെ കാണുന്ന മക്കൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ മാതാപിതാക്കളെ ഉപയോഗിക്കും. അങ്ങനെയുള്ളിടത്താണ് മക്കൾക്ക് പലപ്പോഴും നമ്മൾ ഒരു ATM കൗണ്ടർ മാത്രമായിരിക്കും. അവർ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പൈസ കൊടുക്കുന്ന ഒരു ATM കൗണ്ടർ. മക്കളോ സുഖങ്ങളുടെ ലോകത്തിൽ, ഒന്നിനും ഒരു കുറവില്ലാത്ത ലോകത്തില് അവരെങ്ങനെ രാജാവും രാജ്ഞിയുമായിട്ട് വാഴും. പക്ഷെ നമ്മളോട് കർത്താവ് പറയുകയാണ്, ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി ആൻഡ് ഫാദർ ഷുഡ് ബി ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അമ്മയാണ് അംഗീകരിക്കേണ്ടത്. അമ്മയെ ഹൃദയമായിട്ട് അംഗീകരിക്കാൻ അപ്പന് സാധിക്കുമ്പോൾ ഹൃദയപൂർവ്വം പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് കേൾവി നന്നാവണം.
കാണാം ഈ പിക്ചർ. രണ്ട് ചെവിയുടെ പിക്ചറാണ് അല്ലെ. ഇയർ എന്നാണ് നമ്മൾ ചെവിയെ പറയാം. പക്ഷെ ഈ ചെവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇയറിന്റെ മുൻപിൽ എച്ചും ഇയറിന്റെ ലാസ്റ്റ് ടീയും ചേർത്ത് കഴിയുമ്പോൾ ഇയർ ഹാർട്ടായി മാറും. ഈ രണ്ട് ചെവികൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ, ഈ രണ്ട് ചെവികൾ കൊണ്ട് കേൾക്കാൻ തയ്യാറാകുമ്പോൾ അത് ഹൃദയത്തിലേക്കുള്ള വഴിയായി മാറുന്നു. ഈ എ ആറിന്റെ മുൻപിൽ എച്ചും അതിനുശേഷം ടീയും ചേർത്ത് കഴിഞ്ഞാൽ ഹൃദയപൂർവ്വം കേൾക്കാൻ, ഹൃദയപൂർവ്വം കാണാൻ നമുക്ക് സാധിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, കേൾക്കുന്നതെല്ലാം ഹൃദയപൂർവ്വമായി തീരുമ്പോൾ മാത്രമാണ് കുടുംബം ദൈവസ്നേഹം കൊണ്ട് നിറയുന്നത്. നെക്സ്റ്റ്, ഇന്നത്തെ വേൾഡിന്റെ ഒരു പ്രത്യേകതയാണ് LPG വേൾഡാണ് അല്ലെ. നമ്മൾ ഗ്യാസ് ആണ് സാധാരണ LPG ഉപയോഗിക്കുന്നത്. ഇന്ന് ലിബറലിസം, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും ഒരു ലിബർ. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അപ്പനെ ഒരു ഫ്രണ്ടായിട്ട് കാണാനാണ് ഇഷ്ടം അല്ലെ. അപ്പായെ ആരായിട്ട് കാണാനാണ് ഇഷ്ടം? ഒരു ഫ്രണ്ടായിട്ട്. അങ്ങോട്ട് പോകുന്നവരും അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് വരണം. നോ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പ ആരാണ്? അപ്പ ബാഡാണ്, പിന്നെ അമ്മയാണ്. അമ്മ നോ എന്ന് പറയുമ്പോഴോ അമ്മ ബാഡാണ്, അപ്പ സ്വീറ്റ് ആണ്. ഇവിടെയാണ് ബ്രോക്കൺ ഫാമിലീസിൽ മക്കള് നമ്മളെ മുതലെടുക്കുന്നത്. എന്നാൽ ഈ ലിബറലിസവും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെയുള്ള ഈ ലോകത്തിൽ മക്കളെ ചേർത്ത് വെച്ച് ജീവിക്കുവാൻ പേഴ്സണലായ എന്റെ ജീവിതം, എന്റെ പ്രൈവറ്റ് ആയ ജീവിതം, എന്റെ പബ്ലിക് ആയ ജീവിതം, 3 തരം ജീവിതമാണ് നമുക്കുള്ളത്. നമ്മൾ പറയും എന്റെ പേഴ്സണൽ ലൈഫ്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയും ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നീ പറയാം. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്നത് എനിക്ക് ഇഷ്ടമാണ്, പേഴ്സണൽ. സെക്കൻഡ് വൺ, എന്റെ പ്രൈവറ്റ് ലൈഫ്, ഞാനും എന്റെ വീടും. പലപ്പോഴും നമ്മള് ഈ ചർച്ചിലൊക്കെ വരുമ്പോൾ അല്ലെ, മൺഡേ ടു സാറ്റർഡേ മോഡാണ്. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഭക്തനാകും അല്ലെ. ഏറ്റവും നല്ലതൊക്കെ തേച്ച് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റാത്തതൊക്കെ മാറ്റി വെച്ച് കളർഫുള്ളായി ഭക്തയായി ഒരു സൺഡേ മുഴുവൻ വീണ്ടും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മക്കള്. എന്റെ പ്രൈവറ്റ് ലൈഫിൽ എങ്ങനെയാണ്? ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ പബ്ലിക് ലൈഫ് നമ്മളിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. പേഴ്സണലായ കാര്യങ്ങളിൽ ഫുഡ് കൺട്രോൾ ചെയ്യുന്നവന്റെ ഫിസിക് കണ്ടറിയാം അല്ലെ. പേഴ്സണലായ ലൈഫിൽ നന്നായി വായിക്കുന്നവന്റെ സംസാരം കേൾക്കുന്നത് നമുക്കറിയാം. പേഴ്സണൽ ലൈഫിൽ എങ്ങനെ നമ്മൾ ആയിരിക്കുന്നു അതിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മക്കള്. നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ ആ ലൈഫിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ മക്കള്. നമ്മുടെ പബ്ലിക് ലൈഫിൽ എങ്ങനെ ആയിത്തീരണമെന്ന് സൈലന്റ് ആയി നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഫാമിലി. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് റിലേഷൻഷിപ്സ് ഒരു വീട്ടിലുണ്ട്. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധം. എല്ലാ ബന്ധങ്ങളും നന്നാവണമെങ്കിൽ എനിക്ക് എന്നോടുള്ള ബന്ധം നന്നാവണം. കർത്താവ് പറയാ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാക്കും. ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആയിരിക്കുന്ന അവസ്ഥയുമായി ലയിച്ചു ചേരാൻ തയ്യാറാകുന്ന വസ്തുവിന്റെ പേരാണ് ഉപ്പ്. സാമ്പാറിലിട്ടാൽ വേറെ ഉപ്പായിട്ടിരിക്കുകയല്ല, സാമ്പാറിനോട് ലയിച്ചു ചേരും. വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തോട് ലയിച്ചു ചേരും. ഞാൻ ആയിരിക്കുന്ന ബന്ധത്തിൽ ലയിച്ചു ചേരാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ഞാൻ ആയിരിക്കുന്ന അവസ്ഥയുമായി ലയിച്ചു ചേരാൻ, എന്റെ ജീവിത പങ്കാളിയുടെ കുറവുകളോടുകൂടി, എന്റെ ഓഫീസിന്റെ പരിമിതികളോടുകൂടി, എന്റെ ചർച്ച് മെമ്പേഴ്സിന്റെ ബലഹീനതയോടുകൂടി ലയിച്ചു ചേരാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമാകുന്നു. പക്ഷെ എന്റെ മുമ്പിൽ ഇങ്ങനെ വാച്ച് ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എനിവേ, ഫാമിലി ഈസ് എ ടീം വർക്ക്. ടീം എന്ന 4 വാക്കിൽ തന്നെ ടുഗദർ എവ്രിവൺ അച്ചീവ്സ് മോർ. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെ കട്ടയിൽ ചെയ്ത് സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ ഒന്ന് ചെത്തി വെളിപ്പാക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എന്റെ വ്യക്തിപരമായി, അതിൽ തന്നെ വ്യക്തിപരമായ സ്വഭാവത്തില് 2-3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു കുടുംബത്തിലേക്ക് വന്നാൽ ചിലരെങ്ങനെയാണെന്ന് അറിയോ? ഞാനാണ് രാജു, ശക്തി, മഹത്വം. ഞാനാണതെല്ലാം. അങ്ങനെയുള്ളവർക്ക് ഒരു കുഴപ്പമുള്ള സൈഡ് കൊടുത്താൽ അവർ കയറിയാണ്. രണ്ടാമത് വേറൊരു കൂട്ടരുണ്ട്, എന്നെ മാത്രം ഒന്നിനും
വിളിച്ചോ? ആ തോമസന്റെ വൈഫ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചേയില്ല. ഞാൻ അവരോടൊക്കെ എന്ത് ചെയ്തു? ഇന്ന് മുഴുവൻ എന്തായി തീരും? അപ്പൊ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വൈകുന്നു, വൈകിട്ട് റിട്രീറ്റ് കൊണ്ടുവരുന്നു. ഞാൻ വരുന്നില്ല, ഞാൻ പള്ളിയിലോട്ടെ ആ വീടിന്റെ മുഴുവൻ സന്തോഷം. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ആരാണോ നമ്മളോട് മിണ്ടുന്നില്ല എന്ന് തോന്നുന്നത്, നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹൈ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് നമ്മുടെ പ്രശ്നം തീർന്നു, അവരുടെയും പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ നമ്മളെ നീറി ചാവുന്നത് അവരാരും വീട്ടിലും ഇത് തന്നെ. രാവിലെ ഉണർന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്നോടൊന്ന് പറയേ, ആ മിണ്ടികൾ നിനക്കെന്താ ആദ്യം എന്നോടൊന്ന്. ഞങ്ങളുടെ അപ്പച്ചനൊക്കെ നാട്ടിൽ ആരെവിടെ എന്റെ ചായ എവിടെ ചോദിക്കുന്നിടത്ത് വരുമായിരുന്നു. ഞാൻ അടുക്കളൊന്നും എടുക്കുന്നില്ല. രാവിലെ ഒരു പ്രശ്നവുമില്ല, പുതിയൊരു പ്രശ്നത്തിന് തിരികൊള്ളുന്നത് കണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നാൽ പറയാണ്, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. ചേഞ്ച് ചെയ്യാമോ? നെക്സ്റ്റ് ഫാമിലി. FAMILY, ഫാമിലി. F for ഫെലോഷിപ്പ്. എന്റെ വീട്ടിലെ ഞങ്ങളുടെ ഫെലോഷിപ്പ് എങ്ങനെയാണ്? പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പിൽ കുടുംബങ്ങളിലില്ല. നോക്കിയൊക്കെ പലരുടെയും മുഖത്ത് ചിരിച്ചിട്ട് എത്രയോ നാളായി. എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ഭാരം കൊണ്ടാകാം, പ്രയാസം കൊണ്ടാകാം. പക്ഷെ ഒന്ന് ചിരിച്ച് കാണിക്കാൻ ഫ്രീ ആണ് ആക്ച്വലി ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും ഈ ചിരി എന്നത് മറന്നുപോയി. ജീവിതത്തിലും ഏറെക്കുറെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ട് നിങ്ങളുടെ പിണക്കം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ തീരുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഫെലോഷിപ്പ് ഇൻസൈഡ് അവർ ഫാമിലി, ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ, ഒന്നിച്ചുള്ള സമയങ്ങൾ നമ്മൾ ആയിരിക്കുമ്പോൾ പരസ്പരം മത്സരിക്കുന്നവരല്ല, പരസ്പരം സ്നേഹിക്കുന്നവരാണ്. സെക്കൻഡ് വൺ ഈസ് ആക്സെപ്റ്റൻസ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യമാണ് മറ്റൊരാളിനെ വെറുതെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്നും ഉണ്ടാക്കുന്ന അവിയലായിരിക്കും. പക്ഷെ ആ അവിയൽ പിറ്റേ ദിവസം വെച്ച് ബാക്കി ദിവസങ്ങളെല്ലാം അല്ലെ, വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് അവധിയുടെ ദിവസമുള്ള ഈ ഫ്രഷ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വ്യാഴാഴ്ചയ്ക്ക് അവിടത്തേക്ക് അത് എന്തായാലും മാറും, ക്ലിയറൻസ് സെയിൽ ഇടുക ചെയ്യാറുണ്ട്. ഈ വെക്കുന്ന ദിവസം ഇത് വെച്ചിട്ട് വലിയ ഈ ട്രോഫിയൊക്കെ വെച്ചിരിക്കുന്നത് പോലെയാണ് ആ മേശപ്പുറത്തോട്ട് കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കും, എങ്ങനെയുണ്ട്? ഇതൊന്നും അറിയാതെ ജീവിതം ആലോചിച്ച് കൊണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അതുപോലെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ തുറന്നു ചോദിക്കുക, ആക്സെപ്റ്റൻസ്, അംഗീകരിക്കാൻ തയ്യാറാക്കുക, മറ്റൊരാളെ അംഗീകരിക്കാൻ തയ്യാറാക്കുക. അല്ലാതെ ഞാനാകുന്നത് പോലെ ഇറങ്ങി വരണം എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ആക്സെപ്റ്റൻസ് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെയാണ്. ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഭംഗിയുള്ളത് കൊണ്ടല്ല ഇഷ്ടം തോന്നുന്നത്, മറിച്ച് ഇഷ്ടം ഭംഗിയുള്ളത് കൊണ്ടല്ല ഇഷ്ടം തോന്നേണ്ടത്, ഇഷ്ടമുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ ഭംഗി ആസ്വദിക്കണം. അവരുടെ കഴിവുകളെ, അവരുടെ കഴിവുകേടുകളെയും ആസ്വദിക്കാനും അവരെ അംഗീകരിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. 3 A's എന്ന് പറയുന്നത് നമ്മുടെ ലൈഫില്. ഒന്ന് അറ്റൻഷൻ, അഫെക്ഷൻ ആൻഡ് അപ്രീസിയേഷൻ. ആക്സെപ്റ്റൻസ് ഉള്ള വീടില് അറ്റൻഷൻ, അവരോട് എപ്പോഴും നന്നായിരിക്കുന്നു. എന്താ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം? അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ജോലി അങ്ങനെ വേണമെങ്കിൽ ചെയ്തു. നോ, അറ്റൻഷൻ, അഫെക്ഷൻ. ഏത് കാര്യം വന്നാലും എന്റെ അപ്പനും അമ്മയും എന്നെ ചേർത്ത് പിടിക്കും എന്നൊരു ധൈര്യമാണ് നമ്മുടെ മക്കളോടുള്ള നമ്മുടെ അഫെക്ഷൻ. തേർഡ് വൺ ഈസ് അപ്രീസിയേഷൻ. വെറുതെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപകടമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാം. എല്ലാ ദിവസവും രാത്രി കഴിച്ചതിന് ശേഷം എന്റെ ഹസ്ബൻഡ് അച്ഛൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ഇളയ മോനിച്ച് കൗശലത്തോടെ ചോദ്യം ചോദിക്കുന്ന ആളാണ്. അവനോട് ചോദിച്ചു, അപ്പ എന്തിനപ്പ എന്നും കഴിച്ചതിന് ശേഷം അത് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വെറുതെ എന്തിന് രാത്രി കഞ്ഞി കുടിച്ചിട്ട് നന്നായിട്ടുള്ളത് അച്ഛനോട് പറഞ്ഞു. ഇതിന് അച്ഛനെ കണ്ണടച്ച് കാണിക്കുന്നു. കാരണം എന്താണ്? ഇന്നത്തേക്കുള്ളത് മോനെ സമാധാനമാണ്, നമ്മുടെ അപ്രീസിയേഷൻ. അല്ലെ, എന്താ കഞ്ഞിക്കകത്തോട്ട് തോരനിട്ട് കഴിക്കുന്നതിന് എന്ത് അപ്രീഷിയേറ്റ്, ബട്ട് ജസ്റ്റ് അപ്രീഷിയേറ്റ്, കൂടെയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. പള്ളിയിൽ വന്നു, നല്ലൊരു കാര്യം കണ്ടു, പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഇപ്പൊ അവര് കേട്ട് രസിക്കുന്നു. അങ്ങനെ ഒരാളൊരു നല്ല ഡ്രസ് ഇട്ടു, വാവ് നന്നായിരിക്കുന്നു. എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമ്മൾ തിരിച്ചു പലപ്പോഴും എങ്ങനെ ചെയ്യുന്ന അറിയോ? നമ്മൾ പറയേയില്ല, അങ്ങനെ ഇപ്പൊ അവർ കേട്ട് സന്തോഷിക്കണം. അപ്രീഷിയേറ്റ് ചെയ്യാൻ
ചെറിയ കാര്യങ്ങളിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിലെ ഓരോ ബ്ലെസ്സിങ്സിലും, അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നന്മയിലും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകുക. തേർഡ് വൺ ഈസ് മീക്ക്നെസ്. എന്താണ് മീക്ക്നെസ്? സൗമ്യഭാവം. നിങ്ങളിലെ ഭാവം എപ്പോഴും സൗമ്യതയുള്ളതായി തീരട്ടെ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മീക്ക്നെസ്, സൗമ്യതയോടെ കാര്യങ്ങളെ കണ്ടെത്താൻ. ഒരിക്കലും ഗുരുവിനെ അന്വേഷിച്ച ഒരു ശിഷ്യൻ വന്നു, വാതിൽ മുട്ടി. ഗുരുഭക്തി വാതിൽ തുറന്നു. വാതിൽ തുറന്നു ചോദിച്ചു, എല്ലാവരും ആദരിക്കുന്ന ഗുരു ഇവിടെ ഉണ്ടോ? ഭാര്യയുടെ കയ്യിൽ ചപ്പാത്തി പരത്തുന്ന കവിയായിരുന്നു. ആരെ കുറിച്ച് നിങ്ങളെ ചോദിക്കുന്നു? ഭർത്താവിന്റെ കുറെ കുറ്റങ്ങൾ പറഞ്ഞു. അയാളോ ഈ ഊര് തണ്ടി നാട്ടിലെല്ലാം പഠിപ്പിച്ച് നടക്കുന്നവനോ, വീട്ടിൽ 5 വയസ്സിന് ഗുണമില്ലാത്തവനോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഈ ഗുരുവിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഈ ശിഷ്യന്റെ മനസ്സിൽ വന്നു. ഈ ഗുരു അഭിനയിക്കുന്നതാണോ? ഈ പുള്ളി വെറും ഫ്രോഡായിട്ടാണോ? ഈ ഭാര്യയ്ക്ക് ഇത്രയും പരാതി എന്താ? ഇയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി നടന്നു പോകും. ഈ പെൺകുട്ടിയോട് ചോദിച്ചു, ഗുരുവിനെ കണ്ടോ? ഗുരു ആ കാട്ടിലുണ്ട്. ഗുരു ആ കാട്ടിൽ നിന്ന് നടന്നിറങ്ങി വരിക. വലിയൊരു പുലിയും കൂടെ ഉണ്ട്. ഈ പുലിയും ശിഷ്യനെ കണ്ടപ്പോൾ അലറി. ഈ പുലിയെ പേര് ചൊല്ലി വിളിച്ചിട്ട് ഗുരു പറഞ്ഞു, അരുത്, അവൻ എന്നെ അന്വേഷിച്ചറിയുന്നത്. ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഇത്രയും വലിയൊരു പുലിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത്? സ്നേഹം കൊണ്ട്. അയാൾ തിരിച്ചു ചോദിച്ചു, അത്രയും വലിയ മനുഷ്യനായ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭാര്യ ദൈവം തന്നത്? അവളുടെ കൂടെ താമസിക്കുന്നതുകൊണ്ടാണ്. ഒരു പുലിയെ പോലും മെരുക്കാൻ എനിക്ക് പലപ്പോഴും ജീവിതത്തിൽ എനിക്ക് കൂടെ കിട്ടിയത് കർത്താവ് അറിയാതെ സംഭവിച്ചതല്ല, കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തന്നതാണ്. എനിക്ക് മാത്രമേ ഈ ജീവിതത്തെ, എന്റെ ഈ ജോലിയെ എത്ര ഞാൻ വിശ്വസ്തനായിരിക്കുന്നോ, അല്പകാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനായിരിക്കുമ്പോൾ അധികത്തിലും വിശ്വസ്തനായിരിക്കാൻ എനിക്ക് സാധിക്കും. The next letter I, ഇൻഡിവിജ്വാലിറ്റി. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുമ്പോൾ ചില മനുഷ്യരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഈ പ്രദേശത്തൊക്കെ തന്നെയാണ് ഒരു കടയിൽ ചെന്നു കഴിഞ്ഞപ്പം ഒരു റെഡ് ചുരിദാർ എടുത്ത് ആന്റി കൈ പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് വാങ്ങിക്കും. അച്ഛൻ ഇഷ്ടമല്ല. ഞാനിങ്ങനെ ആന്റി നോക്കി, അച്ഛൻ ചുരിദാർ അച്ഛനാണ് ചുരിദാർ എടുക്കുന്നത്. നമ്മൾ ചില സമയത്ത് മറ്റൊരാളെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്യത്തില്ല. എനിക്ക് പെട്ടെന്ന് എന്താ അതിന് ഓർമ്മ വന്നെന്നറിയോ? പഴയൊരു സിനിമയില്ലേ, മണിച്ചിത്രത്താഴ്. ഗംഗ ഇപ്പൊ എവിടേക്ക് പോകുന്നു? ഗംഗ ഇപ്പൊ പോകണ്ട. മറ്റൊരാളുടെ ഇൻഡിവിജ്വാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ ഇഷ്ടങ്ങളെ റെസ്പെക്ട് ചെയ്യാനും നമുക്കൊക്കെ നമ്മുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. വൈഫിന് ആഗ്രഹം പോകുന്ന വഴിക്കിപ്പോ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ എന്തെങ്കിലും മേടിച്ചോണ്ട് പോകാൻ 3-4 ദിവസത്തേക്ക് ഫ്രിഡ്ജ്. ഇത് നന്നായിട്ട് നമ്മുടെ ഹസ്ബൻഡിന് അവിടെ ചില സ്പീഡ് കൊടുക്കും. അവിടെ ഭയങ്കര റഷാണ്. നമുക്കൊക്കെ പോകാം. കാരണം 3 ദിവസത്തേക്ക് ആര് കഴിക്കും അല്ലെ? പലപ്പോഴും നമ്മുടെ ചിന്തകൾ, കാരണം നമ്മുടെ എല്ലാം കുടുംബജീവിതത്തിൽ പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാം വ്യത്യസ്തമായ ഭവനത്തിൽ വ്യത്യസ്തരായ അപ്പന്റെ അമ്മയുടെയും മക്കളാണ്. ലൈക്ക് ഇൻസ്ട്രുമെന്റ്സ്. ഈ ഓർഗൻ വായിക്കുന്ന ആൾക്ക് ആ ഓർഗൻ ഒരു സൗണ്ട് ആയിരിക്കും. തബല വായിക്കുന്ന ഒരു തബലക്ക് വേറൊരു സൗണ്ടാണ്. വയലിന് മറ്റൊരു സൗണ്ടാണ്, ഫ്ലൂട്ടിന് മറ്റൊരു സൗണ്ടാണ്, ഗിറ്റാറിന് മറ്റൊരു സൗണ്ടാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവർ കൊയറായിട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗാനമേള പാടുമ്പോൾ ഈ ഓർഗനും ഈ വയലിനും ഈ ഗിറ്റാറും എല്ലാം ഒരേ ശബ്ദത്തിലും ഒരേ താളത്തിലാണ്. അപ്പന് ചിലപ്പോൾ തബലയുടെ ശബ്ദമായിരിക്കും, അമ്മയ്ക്ക് ചിലപ്പം ഗിറ്റാറിന്റെ സൗണ്ട് ആയിരിക്കും, മക്കൾക്ക് വേറൊരു ശബ്ദമായിരിക്കും, മരുമക്കൾക്ക് അതിലും പ്രധാനപ്പെട്ട ശബ്ദമായിരിക്കും. പക്ഷെ ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്, അവരുടെ എല്ലാം ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാം ഭവനം ഷെക്കേന ദൈവം വസിക്കുന്നതാകുന്നത്. The next letter L for listening. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്മളെപ്പോഴും പറയും women talks 15 times more than men. അല്ലേ? ഇത് തലയാട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പറഞ്ഞത് തന്നെയാണ് 15 times പറയുന്നത്. വല്ല പാറ മനസ്സാരിയായിരിക്കും. അത് ആദ്യം പറയുമ്പോൾ കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മുടെ മക്കളോട് ഒരേ കാര്യം ഒരിക്കലും ഒരു ഹസ്ബൻഡ് വൈഫിന് ഫോൺ ചെയ്ത് ചോദിച്ചു, വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? എന്നാലും പറഞ്ഞു, ഇല്ല, പാലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളൂ. ഒരു കാര്യം ഭയങ്കര ട്രാഫിക് ആണ്, ഇനി എന്നെ പറഞ്ഞു വിടരുത്, ഞാൻ കടയിൽ പോകത്തില്ല. ഇല്ല, ഒന്നുമില്ല. എഗെയിൻ ഹസ്ബൻഡ് ഒന്നും ചോദിച്ചു, ഞാൻ കടയിൽ പോകത്തില്ല, എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പറയണം. വൈഫ് പറഞ്ഞ ഒരു കാര്യം വേണം. ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കറിയാം, പറ. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആ ചെവി കൂടി കൊണ്ടുവന്നു. എന്തിനാ ഞാൻ ഈ പറയുന്നതൊന്ന് കേൾക്കാൻ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹസ്ബൻഡിനെ ആണെങ്കിലും വൈഫിനെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും
ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്റെ മക്കളെ ഒന്ന് കേൾക്കാൻ, അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഒന്ന് കേൾക്കാൻ. ശരിയാണ്, വി ഹാവ് വർക്ക് പ്രഷർ, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർ അടുത്തേക്ക് വന്ന് വർത്തമാനം പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയാമോ? ഇഷ്ടംപോലെ മൊബൈൽ കമ്പനിക്കാര് ഇഷ്ടംപോലെ ടോക്ക് ടൈം ഫ്രീ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളുണ്ട്. എന്റെ ഭാര്യയുടെ ആഗ്രഹം കേൾക്കാൻ, വർത്തമാനം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും താല്പര്യമുള്ള വേറുണ്ടോ? എന്റെ മക്കളുടെ സംസാരം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് നേരമെങ്കിൽ താല്പര്യമുള്ള ആളുകൾ ഈ നാട്ടിൽ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ കാണും, അല്ലേ? എന്നിട്ട് നമ്മൾ അവരെ വിളിക്കും ഓൺലൈൻ പ്രൊഡക്ടേഴ്സ്, ഓൺലൈൻ ബുള്ളിങ് ഒന്നും അല്ല. കൂടെ ഇരിക്കുമ്പോൾ കേൾക്കാൻ സമയമില്ലാതെ മാർബിളിട്ട കല്ലറയും ചുമന്ന റോസാ പുഷ്പങ്ങളുമായി കടന്നു ചെന്നിട്ട് കാര്യമില്ല. കൂടെ ഇരിക്കുമ്പോൾ കേൾക്കാൻ, കുറവുകളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാൻ. പറയുന്നതെല്ലാം മണ്ടത്തരമാണെന്നെങ്കിലും ഞാനൊന്ന് കേട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്ന് കേൾക്കാൻ കർത്താവേ, കൂടെ ഉള്ളപ്പോൾ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് എനിക്ക് ഒരു ആവശ്യം തന്നിരിക്കുക. ഇന്നിവിടെ എല്ലാവരും കുർബാന കൊണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് സിനിമയാണ്. കഴിഞ്ഞ ഞായറാഴ്ച എന്റെ തൊട്ടു പുറകിൽ നിന്ന് കുർബാന കൊണ്ട ആളാ. ഞാനിങ്ങനെ ബാക്കിലോട്ടൊന്ന് പോയപ്പോൾ പുള്ളിക്കാരുടെ കാലെ ചവിട്ടി സോറി എന്ന് പറഞ്ഞു. മണ്ടേ അച്ഛൻ ഈ പുള്ളിക്കാരുടെ ഫോട്ടോ എനിക്ക് അയച്ചപ്പോൾ ഞാൻ സ്കൂളിൽ വെച്ച് അച്ഛൻ എന്തിനാണ് സിനിമയിലെ ഫോട്ടോ എനിക്ക് അയച്ചത്? എന്താണെന്നറിയാമോ? രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ കയറ്റിവിടാൻ ബസ്സിൽ കയറ്റിവിട്ടു. അകത്തേക്ക് വന്ന് മദറിനോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അമ്മ എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? വെള്ളം കുടിച്ചു. 40 വയസ്സ് പോലും ഇല്ലാത്ത പെണ്ണ്, ആ സ്ത്രീ അവരുടെ സെറ്റിയിൽ ചാരിയിരുന്നു മരിച്ചു. വ്യാഴാഴ്ച അടക്കമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടു പിന്നിൽ നിന്ന് കുർബാന കൊണ്ട ആളാണ്. ഇന്നെല്ലാവരും വരികയായി പോയപ്പോൾ പുള്ളിക്കാരെ ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം വളരെ ചെറുതാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒരു ബസ് യാത്രയുടെ അടുത്തേ ഉള്ളൂ. പലരും പല സ്റ്റോപ്പിൽ ഇറങ്ങും. പല സ്റ്റോപ്പിലും ഇറങ്ങുമ്പോൾ നമ്മൾക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്ന് ബൈ പറയാനോ പോലും സമയമില്ലാതെ നമ്മുടെ കൂടെയുള്ള പലരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. നമ്മള് ഈ കൂടെ ഉള്ളപ്പോൾ അവരുടെ വില അറിയില്ല. അവരില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവരുടെ വില അറിയുന്നത്. ലിസൺ, മക്കളെ ഒന്ന് കേൾക്കാൻ, ഭാര്യയെ ഒന്ന് കേൾക്കാൻ, ഭർത്താവിനെ ഒന്ന് കേൾക്കാൻ, അവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ സാധിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മളുള്ളതായി തീരണം. അതാണ് ലാസ്റ്റ് ലെറ്റർ വൈ, yielding with love and yielding for love. സ്നേഹത്തിന് വേണ്ടി, സ്നേഹത്തിലൂടെ എല്ലാം കാണാൻ. കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് എന്താണ്? ഗോഡ് ഈസ് ലവ്. സ്നേഹമുള്ളത് ദൈവമുണ്ട്, ദൈവം അവിടെ വസിക്കുന്നുണ്ട്. സ്നേഹമുണ്ടാകുമ്പോൾ പലതും ക്ഷമിക്കേണ്ടി വരും, പലതും സഹിക്കേണ്ടി വരും, പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ പലതിനെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് പലതും അത് ശീലമാകുന്നത്. അല്ലെങ്കിൽ ബന്ധങ്ങൾ പലതും ബന്ധനങ്ങളായി നമുക്ക് തോന്നും. നമ്മുടെ ബന്ധനങ്ങളാകാതിരിക്കണമെങ്കിൽ കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടണം. അടുത്ത സ്ലൈഡ് ഇടൂ. നെക്സ്റ്റ് ഒന്നും നമുക്ക് സമയമില്ല. നെക്സ്റ്റ് യെസ്, നമുക്കെല്ലാം ജീവിതം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകാനാണ് ഇഷ്ടം, അല്ലെ? എപ്പോഴും സന്തോഷം, എപ്പോഴും സമാധാനം. കർത്താവെ സന്തോഷവും സമാധാനവും. ഈ നഴ്സസ് ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെ? മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർ ഇരിപ്പുണ്ട്. ആ ലാസ്റ്റ് കാണുന്ന ലൈൻ കാണുമ്പോൾ എന്താണ് പറയുന്നത്? സോറി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. ഡോക്ടർ പറയും ബൈസ്റ്റാൻഡേഴ്സിനോട് സോറി, കുറച്ചുകൂടി നേരത്തെ ഹോസ്പിറ്റലിൽ വന്നിരുന്നെങ്കിൽ. പക്ഷെ ജീവിതമാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അപ്സും ഡൗൺസും സ്ട്രഗിൾസും. ഈ സമയങ്ങളിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ ക്രിസ്ത്യൻ ഫാമിലി, ക്രിസ്ത്യൻ ഫാമിലി ഇസ് എ ഡിഫറെന്റ് ഫാമിലി. മറ്റു പല മതവിശ്വാസങ്ങളിലും അപ്പനും മരുമകനും കൂടെ വിവാഹം ഉറപ്പിക്കാറുണ്ട്, അല്ലെ? രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം ഉറപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ്? കർത്താവിന്റെ സന്നിധിയിൽ 2 പേർ ചേർന്ന് ഇനി ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. ഒരിക്കൽ വിവാഹ ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു അങ്കിള് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒട്ടി കല്യാണത്തിന് വിളിച്ച് നല്ല സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് എന്തിനാണ് ഈ അങ്കിള് നെഞ്ചത്തടിക്കുന്നത്? ഞാൻ ഇങ്ങനെ റിവൈൻഡ് ചെയ്തു പുറകോട്ട്. എന്ത് ചൊല്ലിയപ്പോഴാണ് അച്ഛൻ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. ഒറ്റയടിയായിരുന്നു. മണവാളന്റെ മകുടം എന്തിനോട് സദൃശ്യം? കാലങ്ങളായിട്ട് ഈ മുൾമുടി തലയിൽ വെച്ചുകൊണ്ട്
ഇറക്കി വെക്കാനും വയ്യ, കാത്തു വെക്കാനും വയ്യാത്തത് കൊണ്ട് കേട്ടോടെ നെഞ്ചത്ത് അറിയാതെ കഴിയും. മണവാട്ടിയുടെ മകളുമോ സതിമാർ മുടിയോട് സദൃശ്യം, രാജ്ഞിയായി വലഭാഗത്ത് നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ദിവസത്തെ നമ്മൾ മറന്നുപോകരുത്. ആരോടാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്തത്? വിവാഹ ശുശ്രൂഷയിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സിനായി മലയിലേക്ക് ഇറങ്ങി വന്ന മഹോന്നതനായ ദൈവം വീണ്ടും ചേർക്കാൻ വേണ്ടി മണവാട്ടി സഭയെ ഒരുക്കത്തോടെ നിർത്തിയിരിക്കുന്ന മണവാളനായ ക്രിസ്തു. ആ സന്നിധിയിലാണ് അച്ഛൻ പറയുന്നത്, അല്ലയോ മണവാള, ഈ മണവാട്ടിയെ കുറവുകളോടുകൂടി, ഈ മണവാളനെ കുറവുകളോടുകൂടി എല്ലാം മാറിയിട്ടല്ല. അപ്പൊ നമ്മളോട് ചെന്ന് ചോദിക്കും, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അച്ഛൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വാക്ക് ചൈനയുടെ പ്രൊഡക്റ്റാണ്. ഒരു 6 മാസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ചൊക്കെ, എനിക്ക് 2-3 ദിവസമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ചിരിച്ചൊക്കെ പോവാം. 2 ആഴ്ച കഴിഞ്ഞ് എന്റെ തനി സ്വഭാവം ഞാൻ പോലും അറിയാതെ പുറത്തു വരും. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ. വിവാഹ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. There is no adjustment in family life, only accommodation. അക്കോമഡേറ്റ് ചെയ്യണം. ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ അക്കോമഡേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമ്പോഴാണ്. ഇപ്പൊ ഞാൻ വന്ന് താമസിക്കുന്ന അലക്സാണ്ടർ വീട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അലക്സാണ്ടറിന്റെ ആന്റി റെഡി ആന്റിക്ക് ടൂറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അലക്സാണ്ടർ ഇങ്ങനെ വായിച്ച് ഞാനപ്പോഴൊക്കെ വായിച്ചൊക്കെ ഇങ്ങനെ ഇന്റലക്ച്വലി ഹൈലൈറ്റ് ചെയ്തു. പിന്നെ രാവിലെ ആന്റി എന്നോട് പറഞ്ഞു, ഞങ്ങൾ ലേഡീസ് ഔട്ടിങ് പോകാറുണ്ട്, ഞാനും മോളും എന്റെ മോളും. ഞാൻ ചോദിക്കും, എവിടെയാ പോണത്? ഞങ്ങളും മലേഷ്യയിലോ എവിടെയെങ്കിലും പോകും. ഇപ്പൊ ഞാൻ ഇവിടെ അച്ഛനൊരു ഭാഗ്യവാനാണ്. കാരണം എന്താണ്? നിർബന്ധിക്കുന്നില്ലല്ലോ. തന്നെ എവിടെയെങ്കിലും അങ്ങ് പലപ്പോഴും ജീവിതത്തിൽ കൂടെ ഇരിക്കുന്ന സമയത്ത് അക്കോമഡേറ്റ് ചെയ്യുക. യെസ്, യു ക്യാൻ ഗോ, യു മേ ഗോ. അല്ലെ, എന്റെ ഇഷ്ടത്തിൽ മറ്റൊരാളെ കൊണ്ടുവരല്ല, എന്റെ ഇഷ്ടത്തിൽ മക്കളെ കൊണ്ടുവരല്ല, മറിച്ച് മക്കളെ ദൈവഭയത്തിൽ വളർത്താൻ, മക്കളുടെ മുൻപാകെ മാതൃകയോടെ വളർത്താൻ. വാട്ട് ആർ ദ ട്രിഗേഴ്സ് ഇൻ യുവർ ഫാമിലി? പെട്ടെന്ന് പറയുമോ? നെക്സ്റ്റ് ലൈൻ. ട്രിഗേഴ്സ് ഓഫ് ഫാമിലി, അൺഹെൽത്തി ഫാമിലി. നമ്മുടെ മക്കളുടെ വിവാഹം നാട്ടിൽ നമ്മളെ വിളിച്ചു ചൊല്ലൊക്കെ കേട്ടു. അവിടെ വിളിച്ചു ചൊല്ലിയ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു. വിളിച്ചു ചൊല്ലിയത് എന്താണെന്നറിയോ? വിശുദ്ധ വിവാഹം. എന്താണ് വിളിച്ചു ചൊല്ലുന്നത്? വിശുദ്ധ വിവാഹം. അല്ലെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല പള്ളി. എസ് സി ആവുന്ന സൗകര്യമില്ല. അച്ഛാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും തിരുമേനിമാരെയൊക്കെ കിട്ടാനും പറ്റുകയാണെങ്കിൽ എസ് സി ചർച്ച നമ്മൾ ബുക്ക് ചെയ്യും. പറ്റുന്നത്ര മുൻവികാരി അതിന് അപ്പൊ അങ്ങനെ ഒരു 10-15 പേര്. എന്തിനാ കുറയ്ക്കുന്നത്? ഞങ്ങൾ എത്രയും ചാർജ് ചെയ്ത് വന്നവരല്ലേ. എല്ലാവരെയും വിളിക്കും, എല്ലാവരെയും അറിയിക്കും. ഇപ്പം എന്തൊക്കെ വേണേലും ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നാൽ മാത്രമേ അച്ഛൻ ഒരു മണിക്കൂറിനകം തീർക്കാൻ പറ്റൂ. കാരണം എന്താ? അച്ഛൻ ഫുൾ ഡേ പ്രോഗ്രാമാണ്, 24 hours പ്രോഗ്രാമാണ്. അച്ഛൻ എപ്പോൾ തീർക്കണം? അച്ഛൻ പുള്ളിയൊക്കെ വരുന്നവരുണ്ട്. അതിനുശേഷം വലിയ വലിയ സംഭവങ്ങൾ. ഇപ്പം നമ്മൾ ആകെ നമ്മുടെ കസിൻസിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കാണുന്ന ഇങ്ങനത്തെ ഫംഗ്ഷനാണ്. പക്ഷെ നമ്മൾ ആരും സംസാരിക്കത്തില്ല. കാരണം എന്താ? ശരീരവേദനയുണ്ട്. ഭയങ്കര ശബ്ദത്തിലായിരിക്കും അവിടെ പാട്ടും ഡാൻസ് മാർഗംകളി. പിന്നെന്താണ്? ചെണ്ടമേളം, ശിങ്കാരി മേളം. എന്തിനാ? ഒരു ഇച്ചിരി ഇല്ലാത്ത കല്യാണം. കുറച്ച് വർഷം മുൻപ് ഈ തിരുവല്ല കുടുംബ കോടതിയിൽ ഒരു ഡിവോഴ്സ് നടന്നു. കാരണക്കാരനാരാണെന്നറിയോ? ഒരു കോൾഗേറ്റിന്റെ പേസ്റ്റാണ്. ഒരു കോൾഗേറ്റിന്റെ പേസ്റ്റ്. പിന്നെ ജിബ്ലാലി ഷാർജ കല്യാണമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നു. ആദ്യത്തെ 4 ദിവസം പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല അല്ലേ? മമ്മ പോയി തിരിച്ചും നമ്മുടെ വീട്ടിലോട്ട് വന്നു. ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ പേസ്റ്റ് എടുത്തപ്പോൾ ഈ പയ്യൻ പെൺകുട്ടിയോട് പറഞ്ഞു, പേസ്റ്റ് താഴെ നിലക്കണം കേട്ടോ. അവിടെ പേസ്റ്റ് പേസ്റ്റ് താഴെ നിലക്കണം. അതൊക്കെ പേസ്റ്റ് എവിടുന്ന് എടുത്താലും തപ്പിൽ വെച്ചാൽ പോലെ. നോ, അമ്മ ഭയങ്കര ഡിസിപ്ലിൻ ഉള്ളതാണ്. അമ്മ ഇതെല്ലാം നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻ ആണല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കും. അപ്പൊ അവള് അതിലും ഡിസിപ്ലിനായ മമ്മിയുടെ മോളാണ്. ഈ പേസ്റ്റ് എടുത്ത് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ പല്ലൊക്കെ തേക്കുന്നവരാ. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ആരെ വിളിച്ചാണ്? അമ്മ. എനിക്കിന്റെ കേസിനൊന്നും ഡാഡി കോളില്ല, അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു, മോനെ മോർണിംഗ് വാക്കിന് പോയിരിക്കുക. അപ്പ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ഇടയ്ക്ക് മെസ്സേജ് അയച്ചു, ഡോണ്ട് വറി, ഇച്ചിരി ട്രാഫിക് ഉണ്ട് അലൈൻ്റെ ബോർഡറില്, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരും. എന്നിട്ട് ആൽബം കിട്ടുന്നതിന് മുൻപേ ആ ഡിവോഴ്സ് ചെയ്താലോ എന്നത് ന്യൂസിലാൻഡ് എളുപ്പമായിരുന്നു. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങളുണ്ട്. ശരിക്കും എന്തായിരുന്നു റീസൺ? ഞാൻ ഇതിനു വേണ്ടിയാണ് എന്റെ മോളെ വളർത്തിയത്. എന്നാൽ ഓരോ അപ്പനും മകനോട് പറയാൻ സാധിക്കണം, ഞാൻ നിന്റെ അമ്മയെ എങ്ങനെ കരുതിയോ, ഞാൻ എന്റെ മകനത്തിലുള്ളവരെ എങ്ങനെ കരുതിയോ, അങ്ങനെ നീയും നിന്റെ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ക്രിസ്തുവിൽ ബലപ്പെടുമ്പോഴാണ് നിന്റെ കുടുംബജീവിതം ശക്തിയുള്ളതാകുന്നത്. ഒരമ്മയ്ക്ക് മകനോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം,
ഞാൻ എങ്ങനെ നിന്റെ അപ്പനോട് ചേർന്ന് നിന്നോ, ഞാൻ എങ്ങനെ നിന്റെ അപ്പന്റെ ഭവനത്തിലുള്ളവരെ ചേർത്ത് പിടിച്ചോ, അപ്രകാരം ചെല്ലുന്ന വീട്ടിൽ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കണം മകളെ എന്ന് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം മാതൃകയുള്ള അമ്മമാരായിരിക്കണം ക്രിസ്തീയ കുടുംബത്തിലെ അമ്മമാർ. The second trigger in our family is work pressure. റോഡിലെല്ലാം നമ്മൾ എറണാകുളത്തിലേക്കൊക്കെ പോകുമ്പോൾ കാണാം, don't mix drink and drive എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? Don't mix drink and drive. വർക്കും വീടും കൂടെ റിലേറ്റ്. എന്തായാലും നമുക്ക് ഓഫീസിന്റെ വീട്ടിലോട്ട് എടുത്തോണ്ട് പറ്റുമോ? ഹോസ്പിറ്റലിന്റെ വീട്ടിലോട്ട് എടുത്തോണ്ട് വരാൻ പറ്റില്ല, ഓഫീസിനെ. അതുകൊണ്ട് don't mix our family and our work pressure. രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. തേർഡ് വൺ, ഓവർ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ. നമ്മൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞത് എന്താ? കണ്ണു തെറ്റിയാൽ ഫോണാ. നമ്മൾ ഉണരുന്നത് എങ്ങനെയാ? ഒരു 2 സെക്കൻഡ് നമുക്ക് ഫ്രീ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാം? രാവിലെ എഴുന്നേറ്റ് നമുക്ക് പരിചയത്തിലുള്ള മുഴുവൻ പേർക്ക് ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ നമ്മുടെ വിചാരം ഇവരെല്ലാം നമ്മുടെ ഗുഡ് മോർണിംഗ് കൊണ്ടാണ്. ആന്റിമാരെ വർഷം പറയുന്നത് അച്ഛൻ ഉൾപ്പെടെ വാക്യമായിരിക്കും, ചെറുതോ വായിച്ചിട്ടില്ലെങ്കിൽ ഇല്ലേ, വാക്യമാണ്. പക്ഷെ എന്നാൽ ഈ കൂടെയുള്ളവരെ ഓവർ ഇൻഫ്ലുവൻസ്, മീഡിയ ഇസ് മസ്റ്റ്. മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഫാമിലി ടൈമിൽ ഞാൻ എങ്ങനെയാണ് എന്റെ മീഡിയയെ സൂക്ഷിക്കുന്നത്? ഫാമിലി ടൈമിൽ ഞാൻ എങ്ങനെയാണ് എന്റെ മീഡിയക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഏതാണ് ഇമ്പോർട്ടന്റ്, ഫാമിലി ഓർ അവർ മീഡിയ? ഏതാണ് ഇമ്പോർട്ടന്റ്? The third one is child governing family. പണ്ടൊക്കെ ചാരു കസേരയിൽ ഇരുന്ന് അപ്പച്ചൻ മൂളും, വലിയ ഡയലോഗ്സ് ഒന്നും ഇല്ല. അകത്തേക്ക് അമ്മച്ചിക്ക് മനസ്സിലാവും, കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് നടക്കും. പക്ഷെ ഇന്ന് ആരാ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കുഞ്ഞിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ്. നാട്ടിൽ നല്ല കപ്പയും ചേനയും കഴിച്ചിരുന്ന ആളിനെ ഇപ്പൊ രാവിലെ ന്യൂഡിൽസും ബർഗറോ കഴിക്കുന്നത്. കാര്യം ഇഷ്ടം കൊണ്ടല്ല, കാരണം കുഞ്ഞ് ഇപ്പൊ കുഞ്ഞ് വിചാരിക്കുന്ന ആരാ? I am the superhero in the family. I am number one in family. കുഞ്ഞിന് വേണ്ടി വീട്ടിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചൈൽഡ് ഗവേണിംഗ് ആ ഒരു ഫാമിലി. കുഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നതല്ല, അല്ല, കുഞ്ഞിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. മക്കളെ, നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. Then lack of economic discipline. നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ചെലവുകൾ പോലും ജാഗ്രതയോടുകൂടി വേണം. കാരണം വലിയ കപ്പൽ പോലും മുങ്ങി പോകുന്നത് ചെറിയ ഹോളുകൾ ഉണ്ടാകുമ്പോഴാണ്. ഈ ചെറിയ ഹോളുകൾ നമ്മൾ പോലും അറിയാതെ ഈ വെള്ളത്തെ കപ്പലിനകത്തേക്ക് കയറ്റും. വെള്ളക്കപ്പലിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഫാമിലിയിൽ എപ്പോഴും ഒരു എക്കണോമിക് ഡിസിപ്ലിൻ. പലപ്പോഴും മക്കൾ പറയായിരിക്കും, അപ്പ ഒരു കഞ്ചൂസാണ് അല്ലെ, അമ്മയുടെ ചേർന്ന് മക്കൾ പറയുമായിരിക്കും. പക്ഷെ ഫാമിലിയിൽ ഒരു എക്കണോമിക് ഡിസിപ്ലിൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ കുഞ്ഞിന്റെ കുഴപ്പമല്ല കേട്ടോ, അവർ സമൃദ്ധിയിൽ ജനിച്ചവരാണ്. അവരുടെ തെറ്റാണ്. ഇവിടെ ആദ്യമൊക്കെ വന്നവര് അല്ലെ, വണ്ടിക്കുള്ളിൽ കടം വാങ്ങിയിട്ട് വന്നിട്ടുള്ളവരതിനകത്ത് കാണും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചത് തന്നെ അവർ സമൃദ്ധിയിലാണ്. അവർക്ക് തെറ്റല്ല. പക്ഷെ അവർ എക്കണോമിക് ഡിസിപ്ലിൻ പഠിപ്പിച്ചില്ലെങ്കിൽ പ്രൊഡിഗൽ സൺ എങ്ങനെയാണോ ആ പിതാവിനുണ്ടായത്, അതുപോലെ പ്രൊഡിഗിലിറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവാക്കാൻ അറിയാത്തൊരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ, പൈസയുടെ വില അറിയാത്തൊരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ പറഞ്ഞു. ഡബിൾ പാർട്ണർ സിസ്റ്റം. നമ്മളിൽ ഏറെ പേർക്ക് ഡബിൾ പാർട്ണർ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അത്രക്കാരൊന്നും ഇന്നുണ്ട്. ഏതാണെന്നറിയോ? ഒന്ന് നമ്മുടെ സങ്കല്പത്തിലെ ഭാര്യ, ഒന്ന് ഇങ്ങനൊരു ജീവിതമേ സമയം പോയ ഒരിക്കൽ ഞാൻ ഒരു സ്കൂളിലെ നോട്ടീസുമായിട്ട് ഒരു ടീച്ചറുടെ വീട്ടിൽ ചെന്നു. ആ ടീച്ചറുടെ വീട്ടില് ചെന്നപ്പോൾ ടീച്ചർ വാതിൽ തുറന്നു. ഞാൻ ടീച്ചറെ സാറില്ലേ അവിടെ കാണുന്നു. അത് കഴിഞ്ഞ് ടീച്ചർ എനിക്ക് ചായ തന്നു നിർബന്ധിച്ചു. കാരണം ടീച്ചറിന്റെ ഇടയിൽ കൂടെ ഞാൻ ഒന്നിച്ചാ BCM കോട്ടയത്ത് പഠിച്ചത്. അപ്പൊ ടീച്ചർ എന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് 2 പേരെ ഇൻവൈറ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു, ടീച്ചറെ സാർ എന്ത് പറയുന്നു? അങ്ങേറെ കാര്യമൊന്നും പറയാതിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിട്ട് ടീച്ചറെ? എന്റെ കുഞ്ഞിനോട് പറയാനാണെങ്കിൽ എന്ത് നല്ല ആലോചന എനിക്ക് വന്നാന്നറിയോ? ഒരു പട്ടാളക്കാരൻ എന്നെ കെട്ടുള്ളത് കൊണ്ട് പുറകെ നടന്നു. ഒരു സിംഗപ്പൂരുകാരനായിട്ട് വാക്കുറപ്പിച്ച് ഇങ്ങേറോട് ഈ വെള്ളക്കുഴി കിടക്കാനായിരിക്കും വിധി. അവരുടെ ഇടയിലൂടെ ഞാൻ ഒന്നിച്ച് ഇപ്പോഴും എവിടെ കിടക്കുന്നതേ ഉള്ളൂ, പട്ടാളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ മനസ്സ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഡബിൾ പാർട്ണർ സിസ്റ്റം. ഞാൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? എന്റെ മക്കള് തമാശയായിട്ട് പറയും, ഞാൻ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾ OLX ഇടും. ഇവിടെ OLX ഉണ്ടോ? എന്നാ യൂസ്ഡ് പ്രൊഡക്ട്സ് വിൽക്കുന്ന സ്ഥലമാണ് OLX. യൂസ്ഡ് പ്രൊഡക്ട്സ് വിൽക്കുന്ന സ്ഥലം. കൂടുതൽ പറഞ്ഞാൽ ഞാൻ എവിടെ ഇട്ടിടും?
കല്യാണം കഴിച്ചവരുടെ സമാധാനം വേണ്ടിയാണ് പലരും എന്ത് ചെയ്യാത്തത് കല്യാണം കഴിക്കണമെന്നേ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ്, മിസ്ഇന്റർപ്രിട്ടേഷൻ. അത് നമ്മളുടെ കഴിഞ്ഞുള്ള മിടുക്ക്. എന്ത് കണ്ടാലും നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഒരു വ്യൂവിലാണ് നമ്മൾ എപ്പോഴും കാണുക. നമ്മൾ പരസ്പരം ചെളി വാരി എറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ചെളി വാരി എറിയുമ്പോൾ ആദ്യം ചെളി കൊള്ളുന്നത് നമ്മുടെ കയ്യിലാണ്. ഇതിന്റെയൊക്കെ വിശുദ്ധ വിവരങ്ങൾ വൈകുന്നേരം നമുക്ക് കേൾക്കും, അല്ലെങ്കിൽ നാളെ നമുക്ക് കേൾക്കും. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. നെക്സ്റ്റ്, challenges in Christian family. പെട്ടെന്ന് പറഞ്ഞു നിർത്താണ്. The first challenge is smart kids with smartphone. പണ്ടൊക്കെ നമ്മുടെ ഈ ഉട്ടോപ്യൻ തിയറിയൊക്കെ നമ്മളെ പറഞ്ഞ് അമ്മ വിശ്വസിപ്പിക്കായിരുന്നു. മോനെ അങ്ങനെ കള്ളം പറഞ്ഞ് പറ കണ്ണുവിട്ടു. അതിലെന്ത് ചെയ്യും, ഉടനെ അടിച്ചു ChatGPT-യോട് ചോദിക്കാം. ChatGPT, you fool, somebody fooled you എന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് ചെയ്യും. ഇന്നൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം they know everything more than us. നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ജനറേഷന്റെ മുമ്പിലായിരിക്കുന്നു, അല്ലെ? ആ ജനറേഷൻ ജനിക്കുന്നത് തന്നെ എന്തായിട്ടാണ്? ജനിക്കുമ്പോഴേ ഈ അപ്പച്ചന് ഒന്നും അറിയത്തില്ല, അല്ലെ? അപ്പച്ചന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഒരു വയസ്സുകാരൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സെൽഫി എടുക്കാൻ തന്നെ ചിരിക്കും. നമ്മൾ സെൽഫി ഇപ്പോഴും എടുക്കാനും പഠിച്ചിട്ടില്ല. ഫോൺ നമ്മൾ സെൽഫി എടുത്ത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് അതിന്റെ മണമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ അറിയാം. പക്ഷെ ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 6 മാസത്തിൽ നിന്ന് സെൽഫി നോക്കി ചിരിക്കും. കാരണം എന്താണ്? അവര് ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ബേബി ഷോ, ഇല്ലേ? അവരിങ്ങനെ ഷവേഴ്സിൽ ജനിച്ചവരാണ്. അപ്പൊ അവരുടെ മുമ്പില് സ്മാർട്ട് കിഡ്സ് വിത്ത് സ്മാർട്ട് ഫോൺസ്. ബി സ്മാർട്ട് പാരന്റ്. ഹാർഡ് വർക്കിംഗ് മാത്രം പോലെയുണ്ട്, സ്മാർട്ട് വർക്ക് കൂടി നമ്മുടെ ജീവിതത്തിൽ വേണം. നെക്സ്റ്റ് വൺ, എത്തീസ്റ്റ് ജനറേഷൻ. ഇന്ന് ഒത്തിരി പിള്ളേരും പള്ളി വരാൻ ആഗ്രഹിക്കാത്തവർ. ഈ പൊടിപ്പിള്ളേരായിരിക്കുന്ന സമയത്തൊക്കെ എല്ലാം എങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മൾ കൊണ്ടുവരും. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ എന്ത് ചെയ്ത് പോലും കാല് പിടിക്കുമ്പോൾ ഫോർ ഗോഡ്സ് സേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കും. അമ്മ സേവിക സെക്രട്ടറി, ഇത്രയും സെക്രട്ടറി ആയിട്ട് നീ എന്താ പള്ളി വരാതെ, ഈ മമ്മി എന്ന് പറഞ്ഞാണ് പലരെയും നമ്മൾ ഓഫറൊക്കെ കൊടുത്താണ് ഇവിടെ കൂടി ഇരുത്തുന്നത്. ചിലര് ഇവിടുന്ന് ഓസ്ട്രേലിയ പഠിക്കാൻ പോകും. ഓസ്ട്രേലിയയിൽ നമ്മുടെ വികാരി അച്ഛനായ അതൊരു ജോബിന് അച്ഛനാ. മോൻ അവിടെ പോയിട്ടുണ്ടേ, ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പിന്നെ ഓസ്ട്രേലിയയിൽ കൊണ്ട് പള്ളിയിൽ പോയി. കാരണം എന്താ പറയുക? എത്തീസ്റ്റ് ജനറേഷൻ came from agnostic parents. ഭക്തി അഭിനയക്കാരായ നമ്മുടെ ഇടയിൽ വസിക്കുന്നത് കൊണ്ടാണ് ഒരു എത്തീസ്റ്റായ ജനറേഷൻ പറയുന്നത് പോലെയും പ്രാർത്ഥിക്കുന്നത് പോലെയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, നല്ലൊരു പയ്യനാണ് പറഞ്ഞു. അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞു, ജീവിതമുള്ള പയ്യനാണ്. ആളിവിടെ ഇരുത്തി ഇങ്ങനെ പുകഴ്ത്തണ്ടെന്ന് പറഞ്ഞ ഞാൻ പേര് പറയാറ്. ജീവിതമുള്ള പയ്യനാണെന്ന് പറഞ്ഞു. കാരണം ഈ പറയുന്നത് പോലെ ജീവിക്കാൻ, കാണിക്കുന്നത് പോലെ, നമ്മൾ ഈ പുറമെ കാണിക്കുന്നത് പോലെ ഭക്തനായി ജീവിക്കാൻ നമുക്ക് വീട്ടിൽ സാധിക്കുമ്പോൾ മാത്രമാണ് എത്തീസ്റ്റ് ജനറേഷൻ. The third one is divine hypocrites ആണ് നമ്മൾ പലരും. കാരണം എന്താണ്? ഈ ഡിവൈൻ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോറൂമിൽ കയറുന്നത് നമ്മൾ കാറാവത്തൊന്നുമില്ല. നമ്മൾ ഈ പള്ളിയിൽ 100 പ്രാവശ്യം കയറി ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധരാകുന്നില്ല. ഉള്ളത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഓരോ സപ്പോസ്റ്റർ പറയുന്നത് നമ്മൾ സകലവും നഗ്നവും മലർന്നതുമാണ്. നമ്മൾ പലപ്പോഴും ഒരു ഡിവൈൻ ഹിപ്പോക്രാറ്റ് ആണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോഴും ജഗച്ചാനോട് പറഞ്ഞു, പറ്റുമെങ്കിൽ റെക്കോർഡിങ്സ് എല്ലാം കുറച്ചുകൂടെ തുറന്നു പറയാൻ പറ്റും. ഇതെനിക്ക് പേടിയില്ല എന്റെ ആയുസിൽ. ഡിവൈൻ ഹിപ്പോക്രസി നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ദേവാലയത്തിൽ നിന്ന് അകറ്റും. പലപ്പോഴും നമ്മുടെ ദേവാലയത്തിൽ വരുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ നടത്താൻ വരുന്നവരാണ്. നമ്മളിൽ ഏറെ പേരും ഇതിൽ കൂടുതൽ പേര് ചിലപ്പോൾ പുറത്തു കാണും. അതിനൊരു കാരണം വെച്ചാൽ ഇതിൽ കൂടുതൽ പേര് ഈ പരിസരത്ത് വരും. വി ആർ സംടൈംസ് ഡിവൈൻ ഹിപ്പോക്രാറ്റ്. പറച്ചിലിൽ നമ്മൾ ഭയങ്കര വിശുദ്ധരാണ്. ഷാർജ പള്ളിയാണ് ഞങ്ങളെ ഇത്രയും ആക്കിയത്. എന്ത് വരുന്ന ഓരോ അച്ഛനെയും ജാവലിനെ കുത്തി നിർത്തി എന്നുള്ളതല്ലാതെ, ജാവലിന്റെ മേളിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ നിർത്തി എന്നുള്ളതല്ലാതെ എന്ത് എന്റെ മക്കൾക്ക്, എന്തെന്റെ നെക്സ്റ്റ് ജനറേഷന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഈ സീനിയർ സിറ്റിസൺ വിളിച്ചപ്പോ എന്താണ് ഇതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചവരെല്ലാം എന്നോട് പറഞ്ഞറിയാമോ? കൊച്ചമ്മ, 50ാമത്തെ വർഷത്തിൽ ഈ ദേവാലയത്തിൽ നിന്ന് 50 പേർ ദൈവവേലയ്ക്കായിട്ട് എഴുന്നേൽക്കണം. 50 പേരെങ്കിലും ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേൽക്കണം. അപ്പോൾ
നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ പ്രോബ്ലംസ്, ലാസ്റ്റ് വൺ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു ഫേസ് പ്രോബ്ലം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ പലർക്കും നാട്ടിൽ പഠിക്കാൻ വിടാൻ പേടിയാ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന നാട്ടിലെല്ലാവരും ഭയങ്കര സൂക്ഷിക്കേണ്ടവരും പേടിക്കേണ്ടവരും വെറുതെയാ. നമ്മളവിടുന്ന് വന്നപ്പോൾ പല പ്രശ്നവും തീർന്നു. ഇപ്പൊ ഉള്ളവരൊക്കെ സാധുക്കളാണ്. ഹൗ ടു ഫേസ് പ്രോബ്ലംസ് അതാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ എവിടെ എങ്ങനെ പെരുമാറണമെന്ന് എന്റെ കുട്ടിയെ പഠിപ്പിച്ചാൽ. ഇവിടെ ദാനിയേൽ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ദാനിയേലിനെ പെട്ടെന്ന് ഇങ്ങനെ ഭാവനയെ കാണുമായിരുന്നു. നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിലും സ്വാദേറിയ ഭോജനങ്ങൾ ആ മേശയിൽ ഉണ്ടായിട്ടും കരഭോജനങ്ങൾ കഴിച്ച് തങ്ങളെ തന്നെ സൂക്ഷിച്ച് മുഖചോക്കയുള്ളവരായ ശത്രുക്കും മേശക്കും അഭേദനവും നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, രാജ്യത്തിന്റെ ഏത് കോണിലായിരുന്നാലും നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, കടലിലെ മത്സ്യങ്ങളെ നോക്കി വളരുക. കടലിലാണ് മീൻ മുട്ടയിടുന്നത്, കടലിലാണ് മീൻ പ്രജനനം ചെയ്യുന്നത്, കടലിലാണ് മീൻ വിരിയുന്നത്, കടലിലാണ് മീൻ വളരുന്നത്. പക്ഷെ മീനിന്റെ മുകളിൽ എന്ത് പിടിക്കാറില്ല? ഉപ്പ് പിടിക്കാറില്ല. ഉണ്ടോ? ഉപ്പ് വെള്ളത്തിൽ വളരുന്ന മീൻ ഉപ്പ് പിടിക്കാത്തത് പോലെ മ്ലേച്ഛതയുള്ള ഈ ലോകത്തെ മുഴുവൻ നന്നാക്കിയിട്ട് നമ്മൾ നന്നാവാൻ നന്നാവില്ല. മറിച്ച് ഞാൻ എവിടെയായിരുന്നാലും ക്രിസ്തുവിന്റെ സാക്ഷിയായി ക്രിസ്തുവിന് വേണ്ടി നല്ല ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എന്റെയും നിങ്ങളുടെ കുടുംബ ജീവിതം അനുഗ്രഹമാകുന്നത്. ഹിയർ കർത്താവ് നമ്മളോട് ഇന്ന് പ്രഭാതത്തിൽ ചോദിക്കുന്ന 2 ചോദ്യമാണ്. ഹൗ കൻ ഐ ഹെൽപ് യു? നമ്മളോട് ഇന്ന് ചോദിക്കുക, ആകയാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കണം? The second thing is very important. പറയുക, നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത്? പറയുക, ഇന്നത്തെ എന്റെ കുടുംബ ജീവിതത്തിലെ അവസ്ഥ എന്താണ് കർത്താവേ? ഫെലോഷിപ്പ്, ആക്സെപ്റ്റൻസ്, എന്റെ കൂടെയുള്ളവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ, എന്റെ ഭവനത്തിന്റെ ദൈവ സ്നേഹത്തെ സൗമ്യതയോടുകൂടി ശാന്തതയോടുകൂടി എന്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധ്യത. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വസിക്കട്ടെയെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നേരെയാക്കട്ടെയെന്നും നീടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ പിന്നിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന ആ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ കുടുംബങ്ങൾ നമ്മളെ തന്നെ സൂക്ഷിക്കും. ദൈവ ഭയമുള്ളവരായി, ദൈവ സ്നേഹമുള്ളവരായി, ശക്തനായ ഭവനത്തിന്റെ അനുഭവമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.